അങ്ങനെ പമ്മി 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 നമ്മുടെ അനുമോൾ അനീഷേട്ടന്റെ അടുത്ത് പോയി അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് അനീഷാണെങ്കിൽ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനൊരു സംഭവം അനീഷ് അനുമോളുടെ അടുത്ത് പറഞ്ഞതുപോലും അനീഷ് ഓർമ്മയില്ലാത്ത കണക്കാണ് പെരുമാറുന്നത്. പക്ഷേ അനുമോളുടെ മുഖത്ത് ഒരു 32 പല്ലിങ്ങനെ തെളിഞ്ഞു കാണുന്ന കണക്കൊരു ചിരിയുണ്ട്. എന്നുവെച്ചാൽ ബ്ലഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോൾക്ക് ഒരു നാണവും പിന്നെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ദയവ് ചെയ്ത് അനുമോൾക്ക് അനീഷിന്റെ അടുത്ത് പ്രണയമാണെന്നല്ല. കാരണം എന്ന് വെച്ചാൽ അനുമോള് വിസിബിളി പറയുന്നുണ്ട്, ആര് വന്ന് തൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുഖത്ത് നോക്കി ഇങ്ങനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തനിക്ക് ഒരു വലിയ സന്തോഷം തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചില ആൾക്കാർ ഇപ്പം ഇതിപ്പോൾ അനുമോള് വിസിബിളി അത് പറഞ്ഞത് കൊണ്ട് ഞാനത് വലിയൊരു കുറ്റമായിട്ട് കാണുന്നില്ല. എങ്കിലും ചില ഗേൾസിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു, ഇഷ്ടമാണ് എങ്കിലും അല്ലെങ്കിലും ഈ ഒരു പൊട്ടം കളിപ്പിക്കുന്ന കണക്ക് ആ ഒരു പുരുഷനെ ആ ഒരു മനുഷ്യനെ ചുമ്മാ ഇങ്ങനെ എന്താണ് ഇഷ്ടമാണെന്നും തോന്നിപ്പിക്കും അല്ലെന്നും തോന്നിപ്പിക്കും, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ഇവിടെ അനുമോള് അങ്ങനെയാണ് കാണിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അനുമോള് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ഇങ്ങനെ പറയുന്നത് ഇപ്പോഴാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും അനുമോൾക്കുണ്ട്. ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ ഒരു എലമെന്റ് കാണത്തില്ലേ, അതുപോലെ. അപ്പോൾ എന്താണ് അനീഷിന്റെ മറുപടി എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ അനുമോള് വന്ന് അനീഷിന്റെ അടുത്തിരുന്നു. അതെ, അങ്ങോട്ടൊന്ന് വരുമോ, അവിടെ വന്നൊന്ന് ഇരിക്കുവോ ഉണ്ട് അനീഷ്. എന്തിനാ വീണ്ടും അനുമോള്, അല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വരുമോ ചേട്ടാ. അനീഷ്, എനിക്കൊന്നും സംസാരിക്കാനില്ല, എനിക്കൊന്നും കേൾക്കാനില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അനുമോൾക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നൂറ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതൊന്നും കണ്ടൊരു മൈൻഡും ഇല്ലാത്തതാണ് നൂറ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ഒരു ഗ്ലാസ് ഡോറിന്റെ അപ്പുറത്തായിട്ട് നമ്മുടെ അക്ബറിന്റെ അടുത്തായി ഊഞ്ഞാലാടിക്കൊണ്ട് ആദിലിരിപ്പുണ്ട്. അപ്പോൾ ആദിലിങ്ങനെ വലിയ ഉണ്ടക്കണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തുവാ അവിടെ എന്ന്. പക്ഷേ പിന്നെ അതിനുശേഷം നമ്മുടെ അനുമോള് ഒരു ഇച്ചിരി ചമ്മലോടുകൂടി എന്നാൽ ഒരു ഇച്ചിരി ചിരിയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ 10-12 പല്ലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചങ്ങോട്ട് ഈ ചിരിച്ചിട്ട് എല്ലാവരെയൊക്കെ നോക്കിയിട്ട് അനുമോള് പതുക്കെ ആ സ്മോക്കിംഗ് റൂമിലോട്ട് കയറിപ്പോയി. അവിടെ എന്തായി കാണിച്ചെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും സ്മോക്ക് ചെയ്യുന്ന റൂമുണ്ട്. അനുമോൾക്ക് സ്മോക്കിംഗ് പൊതുവേ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്മോക്കിംഗ് റൂമിന്റെ അകത്തൊക്കെ കയറി ഇങ്ങനെ മൊത്തത്തിലൊരു നോട്ടം, ഇനി ഇതിനകത്തൊന്നും വല്ലോ. എന്നിട്ട് അതിനുശേഷം അവിടെ അകത്തോട്ട് കയറിപ്പോയി തലയിട്ടൊരു നോട്ടം, അവിടെ എന്താ ഉള്ളേ, എന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വരുന്നു. സത്യം പറഞ്ഞാൽ ഈ അനീഷ് ഒരു തീ കത്തിച്ചു. ഉള്ളിക്കിടന്ന് പൊട്ടുന്നത് ഈ അനുമോളുടെ ഉള്ളിൽ മാത്രമാണ്. അനീഷ് ഇതൊരു എന്തോ എനിക്കറിയത്തില്ല. അനീഷ് ഭയങ്കര പക്വതയോടെ അല്ലെങ്കിൽ അനീഷ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ കൊണ്ടത് മുഴുവൻ അനുമോൾക്ക്. അനീഷ് ഒന്ന് ഇട്ടുകൊടുത്തു. ഇനി ചിലപ്പോൾ അനീഷിക്ക് ആദില നൂറയുമായിട്ട് അനുമോളുടെ പിണക്കം മാറാൻ വേണ്ടി അവർക്ക് സംസാരിക്കാൻ ഒരു കോണ്ടന്റ് ഇട്ട് കൊടുത്തയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ അനീഷിനാണെങ്കിൽ അയ്യോ ആരും ഇവിടെ ഒറ്റപ്പെടരുത്, ഞാൻ മാത്രമേ ഒറ്റപ്പെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അനീഷ്. ഇനി അതുകൊണ്ടാണോ അനീഷ് ഈ അനുമോളെ അവരുടെ കൂടെ കൂട്ടുകൂടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വിഷയം ഇട്ടുകൊടുത്തിയാണെന്ന് അറിയില്ല. ഏതായാലും ലാലേട്ടൻ നാളെ വരും. ഈ ലാലേട്ടൻ നാളെ വരുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ അനീഷ് അനുമോളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ശരി, തിരിച്ച് അനുമോള് വന്ന് ഒറ്റയ്ക്കിരുന്ന് കുറച്ചു നേരമൊക്കെ സംസാരിച്ചിട്ട് ആദിലെ പോയി വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ ആദിലയോടും നൂറയോടും ഒന്നിച്ചിരുന്ന ഒരു സംസാരമായിരുന്നു. അപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവൻ നൂറ ആദ്യം ചോദിക്കുന്നത് അനുമോളെ നിന്റെ പ്രാങ്ക് ആണോ, നീ ഞങ്ങളെ പ്രാങ്ക് ചെയ്യാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്തായാലും അനീഷേട്ടൻ പ്രാങ്ക് ചെയ്യാലെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതെന്തായാലും ബിഗ് ബോസ് കഴിയാറായി, ഇതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഇനി അനീഷേട്ടൻ ഇത് പറഞ്ഞത്, ഇങ്ങനത് പിന്നെ പറഞ്ഞൂടെ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അനുമോളുടെ അമ്മയും അതുപോലെ ചേച്ചിയൊക്കെ വന്ന സമയത്ത് അമ്മയെടുത്ത് അനീഷേട്ടന്റെ ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മയെന്നൊക്കെ വിളിച്ച് ആ ഒരു സംസാരം ഓർക്കുന്നുണ്ട്. പിന്നെ ഓൾവേസ് ഈ നമ്മുടെ അനുമോൾക്ക് കൊട പിടിച്ചു കൊടുത്ത് ഇങ്ങനെ അനുമോൾ ഇങ്ങനെ കൊടയിൽ ഇങ്ങനെ ആ ഓരോ സീൻസും ഇവരങ്ങോട്ട് പറയുന്നുണ്ട്. പിന്നെ അനുമോള് തമാശയ്ക്കാണെങ്കിലും അനീഷേട്ടനെ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈയിങ് കിസ് കൊടുത്തതും ഐ ലവ് യു പറഞ്ഞതും ഇങ്ങനെ കാണിച്ചതും ഇതൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. എന്നാലും ഇതൊക്കെ ഇത് കണ്ടിട്ടാണോ അനീഷേട്ടന് ഇഷ്ടം തോന്നിയത്? പിന്നെ അനീഷേട്ടന്റെ 23 വർഷം വരെയുള്ള എല്ലാ കഥയും അനുമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംപ്രസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അനീഷ് ചെയ്തതാണോ, ഒരു പ്രീ പ്ലാൻഡ് സ്റ്റോറി പോലെയോ ആണോ? എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് ഇവർ 3 പേരും ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ കയറി നമ്മുടെ നെവിൻ കയറി വന്നു. അതോടുകൂടി ആ സംസാരം അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ശരി, അനീഷിൻ്റെ ഇതൊരു പ്രാങ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി അഥവാ പ്രാങ്ക് ആണെങ്കിൽ ഇത് ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും പൊളിക്കും.
പക്ഷെ ഇനി നാളെ ലാലേട്ടൻ വരുമ്പോൾ ഈ ഒരു വിഷയം അത്രയും പേരുടെ മുന്നിൽ, അതായത് ഇപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡും കൂടിയേ ഉള്ളൂ. അപ്പൊ ഈ അക്ബറും അതുപോലെ ഷാനവാസ്, സാബുമാൻ, നെവിൻ ഇവരൊന്നും അറിഞ്ഞില്ല എങ്കിൽ ലാലേട്ടൻ നാളെ അനീഷിന്റെയും അനുമോളുടെയും കാര്യം ചോദിക്കുമോ ഇല്ലയോ, അതും ഒരു വലിയ ചോദ്യമാണല്ലോ. പക്ഷേ ഇതിനി പ്രാങ്ക് അല്ല എങ്കിൽ അനീഷ് എന്ത് ധൈര്യത്തിലാണ് ഈ അവസാന നിമിഷം ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് അനുമോളെ പ്രപ്പോസ് ചെയ്ത്? ഇനി അനുമോൾക്ക് പ്രണയം തന്നോടുണ്ട്, തന്നോട് തോന്നി തുടങ്ങി എന്ന് കരുതിയിട്ടാണോ? അതിനൊരു ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രപ്പോസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അനീഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നെ കുറിച്ചുള്ള അനുമോളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് വകയായി, നിങ്ങൾക്കുമായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ചിന്തകളൊക്കെ ഇങ്ങോട്ട് കമന്റിൽ പോരട്ടെ. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.